പൊട്ടുംതൊട്ട്, ഡ്രീംസ്, കല്യാണക്കുറിമാനം, മൗര്യൻ, പച്ചക്കള്ളം, കഥ എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് അബ്ബാസ്. 1996-ൽ കാതൽ ദേശം എന്ന ചിത്രത്തിലൂടെയാണ് അബ്ബാസ് കരിയർ ആരംഭിക്കുന്നത്. സിനിമ സൂപ്പർ ഹിറ്റായി മാറി. പിന്നാലെ തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരായി അബ്ബാസ് മാറുകയായിരുന്നു. കൈനിറയെ സിനിമകളുമായി തമിഴ് സിനിമയിലെ ചോക്ലേറ്റ് നായകനായി അബ്ബാസ് വളർന്നു. അജിത്തിനും വിജയ്ക്കും അബ്ബാസ് വലിയ വെല്ലുവിളിയാകുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്നു. തമിഴിൽ മാത്രമല്ല, തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലുമെല്ലാം അബ്ബാസ് അഭിനയിച്ച് കയ്യടി നേടി. 100ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അബ്ബാസ് പക്ഷേ പതിയെ സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായി മാറുകയായിരുന്നു. ഇതോടെ നായകവേഷത്തിൽ നിന്നും സഹനടനിലേക്കും വില്ലനിലേക്കും ചുവട് മാറ്റാനും അബ്ബാസ് ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിടെയാണ് 2001-ൽ അബ്ബാസ് ഫാഷൻ ഡിസൈനറായ ഇറം അലിയെ വിവാഹം കഴിക്കുന്നത്. 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്, എമിറയും എയ്മനും. അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം സിനിമ വിടുകയായിരുന്നു. തുടർന്ന് കുടുംബത്തോടൊപ്പം ന്യൂസിലൻഡിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. അവിടെ മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അബ്ബാസ്. ഇപ്പോഴിതാ അഭിമുഖങ്ങളിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ് അബ്ബാസ്. ഇതിനിടെ അബ്ബാസിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. തൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. തൻ്റെ മകൻ്റെ DNA ടെസ്റ്റ് നടത്തിയതിനെക്കുറിച്ചാണ് അബ്ബാസ് സംസാരിക്കുന്നത്. തൻ്റെ മകൻ്റെ പ്രായത്തിൽ താൻ ഉഴപ്പി നടന്നിരുന്ന വളരെ എനർജറ്റിക്കായ കുട്ടിയായിരുന്നു. എന്നാൽ മകൻ വളരെ ശാന്തനായിരുന്നു. ഇതോടെ തൻ്റെ മകൻ തന്നെയാണോ എന്ന സംശയം തോന്നിയെന്നും അതിനാൽ DNA ടെസ്റ്റ് നടത്തിയെന്നുമാണ് അബ്ബാസ് പറഞ്ഞത്. അതേസമയം അഭിനയത്തിലേക്ക് തിരികെ വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് അബ്ബാസ് പറയുന്നത്. നല്ല വേഷം ലഭിച്ചാൽ അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് അബ്ബാസ് പറയുന്നത്. ഇതിനുള്ള ശ്രമത്തിലാണ് താരം ഇപ്പോൾ.